വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ വന്നിട്ടൊരു റോഡ് ട്രിപ്പാണ് കേട്ടോ, ടു ഒമാൻ, ഫ്രം ദുബായ് ടു ഒമാൻ. അപ്പം ഞങ്ങൾ ഏകദേശം എല്ലാം സെറ്റാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 hours നമുക്ക് ബോർഡറിലോട്ടുള്ളത് കേട്ടോ, ഒമാൻ ബോർഡറിലോട്ടുള്ളത്. അവിടുന്ന് നമ്മൾ പോകുന്നത് ഫസ്റ്റ് മസ്കറ്റിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് പെട്ടെന്ന് തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പ് ആയതുകൊണ്ട് ഒരുപാട് പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാം സെറ്റാക്കാൻ വിചാരിച്ചിട്ടാണ്. നമ്മൾ ഓൾറെഡി വിസ എടുത്തിട്ടുണ്ടായിരുന്നു, ഒമാൻ വിസ. പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ബോർഡറിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, നമുക്ക് വണ്ടിക്ക് മോർഗേജ് ഉള്ളതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് കടത്തി വിടുമോ എന്നുള്ള കാര്യം കുറച്ച് ഡൗട്ടാണ്. അപ്പം വെറുതെ നമ്മൾ റൂംസൊക്കെ ബുക്ക് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് കടത്തി വിട്ടിട്ടില്ലെങ്കിൽ ഇനി ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മളതൊന്നും ചെയ്തിട്ടില്ല. ഇനി എല്ലാം അവിടെ പോയി നമുക്ക് ഉള്ളിൽ കിടക്കാൻ പറ്റിയാൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറേ പേര് ഇൻഫർമേഷൻസൊക്കെ തിരയുന്നുണ്ടാവും ചിലപ്പം. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്ന വഴിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അതേപോലെ നമുക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പം ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്താ പറയുക, നോമ്പ് ടൈം ആയതുകൊണ്ട് കുറേ കടകളിലൊന്നും ഡൈനിങ് ഇല്ല കേട്ടോ, ഒരുപാട് സ്ഥലത്തൊക്കെ ടേക്ക് അവേ ആണ്. അപ്പം ഞങ്ങളിങ്ങനെ നോക്കി വന്ന, പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ നോക്കി വന്ന് ഞങ്ങളൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞപ്പം ഒരു പെട്രോൾ പമ്പ് കിട്ടി. അവിടെ നിർത്തി നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. നമ്മൾ നേരെ ഇനി ഫസ്റ്റ് പോകുന്നത് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്രോൾ അടിച്ചിട്ട് വേണം നമുക്ക് ഇനി ജേർണി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്കിന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ യൂണിഫോം ഞാൻ മാറ്റിയിട്ടില്ല, കമ്പനി യൂണിഫോം ഇട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. ഡയറക്റ്റ് അവിടെ നിന്ന് ഇറങ്ങായിരുന്നു. അപ്പോൾ നേരെ പെട്രോൾ പമ്പിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ വേറൊരു ഫ്രോക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതാണ് ഇട്ടത്. പിന്നെ അവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം പെരുന്നാളിൻ്റെ ടൈമിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഹോട്ടലൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഫ്രൈഡ് റൈസ് നൂഡിൽസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ അതാ ആയുർ ഏകദേശം നല്ല വൈബിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഭയങ്കര ജോളി ആയിട്ടാണ് ആളിരിക്കുന്നത്. സാധാരണ ഇങ്ങനെ പോകുമ്പോൾ വെറുപ്പിക്കാറുണ്ട്, പക്ഷെ ഇന്ന് ഭയങ്കര വൈബായിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ നമ്മളിതാ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ബോർഡറിലായിരിക്കും കേട്ടോ കൂടുതൽ നിർത്തുക. പിന്നെ നേർച്ചയ്ക്ക് ചെയ്യാനുണ്ടായിരുന്നു, അതും കൂടി ചെയ്തു. എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. തലേ ദിവസം ഞാൻ അത്ര അങ്ങോട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഉറങ്ങിയാലോ എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഉറക്കം വന്നു കഴിഞ്ഞാൽ എനിക്ക് തലവേദന വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറക്കം വന്നാൽ ഉറങ്ങാറുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഓരോ സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ബിസ്ക്കറ്റും അതൊക്കെ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല കേട്ടോ. 2 സൈഡിലും മരുഭൂമിയാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പത്തേക്ക് ഇതാ സൈഡായിട്ടുണ്ട്, ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ബോർഡറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദുബായ് ബോർഡർ എക്സിറ്റ് ചെയ്യണം, അതിന് ശേഷമാണ് നമ്മൾ ഒമാൻ ബോർഡർ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ എക്സിറ്റൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഈസി പ്രോസസ്സായിരുന്നു, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഒമാൻ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്കൊന്ന് വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ UAE എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോർഡർ ഉണ്ടാവും. ആ ബോർഡർ നമ്മൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കാനുള്ള ഒരു സംഭവമുണ്ട്, അതായത് ഒരു ഓഫീസ് ഉണ്ട് കേട്ടോ അവരുടെ, ഒമാൻ്റെ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഈ മുന്നിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യേണ്ടത്. നമുക്ക് പാസ്പോർട്ടൊക്കെ കാണിച്ച് അവിടെ നിന്ന് നമുക്ക് സ്റ്റാമ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളിതാ അറൈവൽസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉള്ളിൽ പോയിട്ട് പാസ്പോർട്ടൊക്കെ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര വലിയ ക്യൂ ഒക്കെ ഉണ്ടാവുമെന്ന്. അതെനിക്ക് തോന്നുന്നു വെക്കേഷൻ ടൈമിലൊക്കെ വന്നുകൊണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി എൻട്രി അടിച്ചു കഴിഞ്ഞു ഒമാനിലേക്ക്. അങ്ങനെ പറഞ്ഞ പോലെ ഒരുപാട് വലിയ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. നമ്മൾ പേടിച്ചിട്ടുണ്ടായിരുന്നു കുറേ അധികം പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, പക്ഷേ അധികം പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടു. നമ്മൾ ഒന്നാമത് വിസ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ വന്നിട്ടൊരു ട്രാവൽ ഇൻഷുറൻസ് അല്ല, കാർ ഇൻഷുറൻസ് എടുക്കാനുണ്ടായിരുന്നു, അതെടുത്തു. അതോടുകൂടി നമ്മൾ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഒമാനിലോട്ട് എൻ്റർ ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നത് മസ്കറ്റിലോട്ടാണ്. അപ്പം
അപ്പം മെയിൻലി ഇപ്പം ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഒമാനിലോട്ട് നിങ്ങൾ റോഡ് ട്രിപ്പ് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം. നിങ്ങൾക്ക് കാറിന് ലോൺ ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ കയ്യിൽ ഈ വിസ വേണം, പിന്നെ എല്ലാവർക്കുള്ള ട്രാവൽ ഇൻഷുറൻസ് വേണം. അതുകൂടാണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാറിന് ഇൻഷുറൻസും കൂടി എടുക്കണം. അത്രയേ ഉള്ളൂ പ്രൊസീജിയേഴ്സ്, വേറൊരു പ്രൊസീജിയേഴ്സും ഇല്ല. കറക്റ്റ് ദുബായിൽ നിന്ന് എക്സിറ്റ് അടിക്കുമ്പോഴത്തേക്കും പെർ പേഴ്സൺ 35 ദിറംസ് നിങ്ങൾ അടയ്ക്കണം. പിന്നെ കാർ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് നമ്മൾ അടച്ചിട്ടുണ്ടായിരുന്നത് 150 ദിറംസ് ആണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ്. ഓർഡർ കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ തന്നെ നമുക്കൊരു കട ഉണ്ട് കേട്ടോ, ഒരു ഗ്രോസറി പോലത്തെ ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ സിം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മുന്നേ തന്നെ കുറേ കടികളൊക്കെ വെച്ച് വെക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു ചായയും 2-3 കടികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മളെ ജേർണി തുടങ്ങുകയാണ്. ഫസ്റ്റ് നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മസ്കറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ റൂംസൊക്കെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ എടുത്തപ്പോഴാണ് പെട്ടെന്നൊരു പ്ലാൻ ചേഞ്ച് വന്നത്. നമുക്ക് സലാലയ്ക്ക് പോകാമെന്നുള്ളൊരു പ്ലാൻ വന്നത് കേട്ടോ. മസ്കറ്റിലേക്ക് ഇവിടുന്ന് ആകെ 3.5 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ നമുക്ക് സലാലയ്ക്ക് 9 മണിക്കൂറായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ചെറിയൊരു സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ്. നമ്മൾ നല്ല വ്യൂ ഒക്കെ കണ്ടപ്പോൾ ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ബാക്കിൽ കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് നിർത്തിയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്, കാരണം നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ബ്രേക്ക് ഇട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ഇവിടുന്ന് ഏകദേശം മസ്കറ്റിലോട്ട് 3.5 മണിക്കൂറുണ്ട്. നമ്മളൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒരു 2 ബെഡ്റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, കാരണം ഇനിയും ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോൾ ബുക്ക് ചെയ്തു. സോ നമ്മൾ നേരെ റൂമിലോട്ടാണ് പോണത്. ഏകദേശം ഒരു 10-11 മണിയാവും നമ്മൾ ആ റൂമിലെത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് നാളെയാണ് നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. സലാലയ്ക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് 9 to 10 hours ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫുൾ ഇന്ന് ഡ്രൈവ് നടക്കില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ മുന്നേ ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ നിർത്തി അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ നേരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു പെട്രോൾ സ്റ്റേഷൻ കണ്ടപ്പം അവിടെ നിർത്തി പെട്രോൾ അടിക്കാൻ വിചാരിച്ചു. ഇതൊരു റൗണ്ട് അബൌട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എവിടെയും ഫുഡ് കിട്ടുമെന്ന് നോക്കണം. എന്നിട്ട് ഇനി നമുക്കൊരു 3 hours 20 minutes കൂടി ഉണ്ട്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ഹോട്ടൽ ഹൈമ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് സലാലയ്ക്ക് പോകാനാണ് പ്ലാൻ. ഇന്നൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നാളെ രാവിലെ നമ്മൾ വീണ്ടും സലാലയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടുത്തെ ഒരു 6 hours ആണ് സലാലയ്ക്ക് ഉള്ളതെന്ന് തോന്നുന്നു. സോ എന്തായാലും നമ്മളിന്ന് പെട്രോൾ അടിക്കാൻ വന്നിരിക്കുകയാണ് ഇപ്പം. ഏകദേശം ഒരു 8:30 മുതലേ ഞങ്ങൾ ഫുഡ് തപ്പി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്കങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് കിട്ടി കേട്ടോ. അതൊരു ചെറിയ റെസ്റ്റോറൻറ്റ് ആയിരുന്നു. ഭയങ്കര ചെറുതെന്ന് വെച്ചാൽ ഭയങ്കര ചെറുതാണ്. പക്ഷേ ഇവിടെ കംപ്ലീറ്റ്ലി ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ ഉള്ളത്. പക്ഷേ ഫുഡ് നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ച ഫുഡ് അത്ര നന്നാവില്ല എന്ന്. പക്ഷേ എന്നാലും നല്ല ഫുഡായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമുക്ക് കഴിക്കാൻ പറ്റിയ ഫുഡായിരുന്നു. ഓംലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു 3 hours ഉണ്ടായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു ഹോട്ടൽ ശരിക്കും പറഞ്ഞാൽ ഡെസേർട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അതിൻ്റെ ചുറ്റിനും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ആൾക്കാർ തന്നെ പറഞ്ഞു കേട്ടോ അത് ശരിക്കും ഒരു ഡെസേർട്ടിനുള്ളിലൊരു ഹോട്ടലാണെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി. അടിപൊളിയായിട്ടുള്ള റൂമായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞങ്ങൾ നിന്നതിൽ വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് റൂമാണ് കേട്ടോ. ഞങ്ങൾ സലാലയിൽ പോയി നിന്നതിൽ വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് റൂമായിട്ട് തോന്നി. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, നന്നായിട്ടൊന്ന് കിടന്നുറങ്ങാനൊക്കെ പറ്റി. നെക്സ്റ്റ് ഡേ ഏകദേശം നമ്മളൊരു 9-10 ആയപ്പോഴായിരുന്നു കേട്ടോ നമ്മളെ ജേർണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നേരെ നമ്മൾ പോകുന്നത് സലാലയിലേക്കാണ്. എന്തായാലും ഇനി സലാലയത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.